ലൈംഗികാതിക്രമ കേസിലെ അറസ്റ്റിൽ നിന്നും രക്ഷപ്പെടാൻ രഞ്ജിത്ത് നീക്കം നടത്തിയതിൽ കൂടുതൽ അന്വേഷണം. നടൻ ബോബി കുര്യൻ, അസിസ്റ്റന്റ് ഡയറക്ടർ ശാലിനി തുടങ്ങിയവരെ ചോദ്യം ചെയ്യാൻ SIT. അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ രഞ്ജിത്തിന് ഇരുവരുടെയും സഹായം ലഭിച്ചുവെന്ന് സംശയം. അതിക്രമം നടന്ന കാരവൻ കണ്ടെത്തിയെന്നും വിവരം. രാഗിൻ ടെലിഫോൺ ലൈനിൽ ചേർന്ന വിവരങ്ങളുമായി. രാഗിൻ, ഗുഡ് മോർണിംഗ്. രണ്ടുപേരാണ് ഇത് സഹായം നൽകിയെന്ന് പറയപ്പെടുന്നത്. അവരെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണല്ലോ. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് രാഗിൻ? മോത്തി, ഗുഡ് മോർണിംഗ്. ഈ ലൈംഗിക അതിക്രമ കേസിൽ രഞ്ജിത്തിന്റെ അറസ്റ്റിലേക്ക് പോലീസ് പോയ ഘട്ടത്തിൽ രക്ഷപ്പെടാൻ ഒരു നീക്കം രഞ്ജിത്ത് നടത്തിയിരുന്നു. ആ നീക്കം പൊളിച്ചുകൊണ്ടാണ് രഞ്ജിത്തിനെ പിന്നീട് കസ്റ്റഡിയിലെടുക്കുന്നത്. അപ്പോൾ ഈ രക്ഷപ്പെടാനുള്ള നീക്കത്തിൽ ചിലർ സഹായിച്ചിട്ടുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതിന്റെ ഭാഗമായി ഹാർബറിംഗ് വകുപ്പ് ഇങ്ങനെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്ന കാര്യം ഉൾപ്പെടുന്ന ഹാർബറിംഗ് വകുപ്പ് ചുമത്തുകയും ചെയ്യും എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ബോബി കുര്യൻ, അതോടൊപ്പം തന്നെ ശാലിനി ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം SIT നടത്തുന്നത്. ഇത്തരത്തിലുള്ള ചില സഹായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് രഞ്ജിത്തിന് കിട്ടിയിട്ടുണ്ട്. കാരണം പോലീസ് വളരെ കോൺഫിഡൻഷ്യലായി ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കി ആ അറസ്റ്റിലേക്ക് തുനിയുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒളിവിൽ പോകാനുള്ള ശ്രമം രഞ്ജിത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കാരണം ഈ അവധി ദിവസങ്ങളാണ് പിന്നീട് വരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് രഞ്ജിത്ത് അത്തരം ഒരു നീക്കം നടത്തിയതെന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. എന്തായാലും കൂടുതൽ പേരെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യും. ആ സമയത്ത് ഒപ്പമുണ്ടായിരുന്നവരാണ് ഇവരെന്നും പോലീസ് സംഘം വ്യക്തമാക്കുന്നു. ഇതോടൊപ്പം കാരവാനുമായി ബന്ധപ്പെട്ട് ഈ കൃത്യം നടന്ന എന്നത് കാരവാനിലാണ്. ഫോർട്ട് കൊച്ചിയിലെ ലൊക്കേഷനിൽ കാരവാനിനകത്താണ് ഈ യുവ നടിയോട് രഞ്ജിത്ത് മോശമായി പെരുമാറിയത്. അപ്പോൾ ഈ കാരവാൻ ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പോലീസ് സംഘം. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും. ആ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ ആ ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന കൂടുതൽ പേരുടെ സ്റ്റേറ്റ്മെന്റുകളും ഇതിന്റെ ഭാഗമായിട്ട് പോലീസിന് രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. രഞ്ജിത്തിന്റെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും ഈ കേസിൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശനിയാഴ്ച അത് പരിഗണിക്കാനിരിക്കുകയുമാണ്. എന്തായാലും നിലവിൽ എറണാകുളം സബ് ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിലാണ് സംവിധായകൻ രഞ്ജിത്ത്. കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതിയായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന ആത്മവിശ്വാസമാണ് പോലീസ് സംഘം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജനുവരി 30-നായിരുന്നു ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. എന്തായാലും വളരെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും മുന്നോട്ട് നീക്കാനുണ്ട്. കാരണം ഇത് കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട് എന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. ശരി, രാഗിനാണ് ടെലിഫോൺ ലൈനിൽ വിശദവിവരങ്ങൾ പങ്കുവച്ചത്. ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ രഞ്ജിത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പങ്കുവച്ചത്. രണ്ടുപേർ സഹായവുമായി ഉണ്ടായിരുന്നു രക്ഷപ്പെടാൻ. ആ സഹായം ലഭിച്ചവരെ കൂടുതൽ ചോദ്യം ചെയ്യുകയും വിശദാംശങ്ങൾ നേടുകയും ചെയ്യുമെന്നാണ് ലഭ്യമാകുന്ന വിവരം.